കോഴിക്കോട് പൊക്കുന്നുമലയിൽ ആദിവാസി ഭൂമി സ്വകാര്യ വ്യക്തി കൈക്കലാക്കുന്നത് ഇരുമ്പയിർ ഖനനത്തിനെന്ന വാദവുമായി നാട്ടുകാർ രംഗത്ത്. നിരവധി തവണ ശ്രമം നടത്തിയെങ്കിലും പരാജയപ്പെട്ടതോടെയാണ് വളഞ്ഞ വഴിയിലൂടെ ആദിവാസി ഭൂമി തട്ടിയെടുക്കാൻ ശ്രമം നടക്കുന്നതെന്നും ഇവർ പറയുന്നു. വർഷങ്ങളായി ഇരുമ്പയിർ ഖനനത്തിന് അന്താരാഷ്ട്ര കമ്പനികൾ ശ്രമം നടത്തുന്ന പ്രദേശമാണ് കോഴിക്കോട് പൊക്കുന്നുമല. എന്നാൽ അന്നെല്ലാം ഇവിടെ താമസിക്കുന്ന ആദിവാസി സമൂഹമാണ് ഇതിന് വിലങ്ങുതടിയായത്. ഇപ്പോൾ ഇവരുടെ പേരിലുള്ള ഭൂമി പോലും മുൻജന്മി സ്വന്തമാക്കിയതോടെ ഇരുമ്പയിർ ഖനനത്തിന് അന്താരാഷ്ട്ര കമ്പനികൾക്കുള്ള സാധ്യതയേറുകയാണ്. വാങ്ങുന്നയാളും വിൽക്കുന്നയാളും ഒരു ഫോട്ടോത്തിൻ്റെ പരിപാടിയുണ്ട്. ഇതിന് അതും വേണ്ട, ഒറ്റയടിക്കാൻ പോയിപ്പിച്ചോ. ഇത് പണ്ട് കാലത്തും ഉണ്ടോയെന്ന് തോന്നുന്നില്ല. അത്തോതിലാണ് അത് പണച്ചാക്കിയിൽ ഇറങ്ങുന്നുണ്ട്. അതാണ് ഈ കളി. ഇരുമ്പയിർ പ്രശ്നം അവിടെ നിർത്തിയില്ലെങ്കിൽ ഞങ്ങൾക്ക് ഇനിയും ബുദ്ധിമുട്ടുണ്ടാവും. അതിന് ഗവൺമെൻറ് എത്തിച്ചിട്ട് അത് എടുക്കാത്ത ആക്കണം. ആദിവാസി ഭൂമി സ്വകാര്യ വ്യക്തി കൈവശപ്പെടുത്തിയത് ഈ ധാതു സമ്പത്ത് ലക്ഷ്യം വെച്ചാണെന്ന് ഇവർ ആരോപിക്കുന്നു. ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവിടെയുള്ള ഈ ഭൂപ്രകൃതി, അതായത് ഇരുമ്പ് സമ്പത്ത് തന്നെയാണ് ഇവരുടെ ലക്ഷ്യമെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. ഏകദേശം 45 വർഷങ്ങൾക്ക് മുൻപേ ജപ്പാൻ്റെ സഹായത്തോടു കൂടി നടന്ന പര്യവേഷണങ്ങൾ ഇവിടെ നടന്നിട്ടുണ്ട്. ഏകദേശം അതിൻ്റെയും മുമ്പേ തന്നെ ഇവിടെ നിന്നും ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൻ്റെ കാലഘട്ടത്തിൽ ഇരുമ്പയിർ ഖനനം നടത്തുകയും അതിൻ്റെ രൂപത്തിലുള്ള കാര്യങ്ങളൊക്കെ നടന്നു പോരുകയും ചെയ്തിട്ടുണ്ട്. ആദിവാസികൾക്ക് ഭൂമി നഷ്ടപ്പെടുന്നതോടെ അന്താരാഷ്ട്ര കുത്തക കമ്പനികൾ ധാതു സമ്പത്ത് കൊള്ളയടിക്കുമെന്ന് നാട്ടുകാർക്കും ആശങ്കയുണ്ട്. റിപ്പോർട്ടർ, കോഴിക്കോട്.